അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ശവ്വാൽ മാസം വിട പറയാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്. നാളെ ബുധനാഴ്ച മഗ്രിബോടുകൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ പരിപാവനമായ ദുൽഖഅദ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരുപക്ഷെ ഇത് അവസാനത്തെ രാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളോട് വിട പറയാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ ശവ്വാൽ മാസത്തെ നല്ല രൂപത്തിൽ നമുക്ക് യാത്രയാക്കണം. ശവ്വാൽ മാസത്തിൽ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അല്ലാഹു തആല സ്വീകരിക്കണം. അതിന് പറ്റുന്ന കുറച്ച് ദിക്റും സ്വലാത്തും തസ്ബീഹുകളും തൗബയുടെ വചനങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകം ദുആരക്കാം. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ദുആരക്കാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആരക്കുന്നു. അല്ലാഹു തആല നമ്മുടെ ഈ ദിക്റിൻ്റെ തസ്ബീഹിൻ്റെ സ്വലാത്തിൻ്റെ ഇസ്മുകളുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, നമ്മുടെ ദുആയിനെ കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിൻ്റെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിൻ്റെ എല്ലാവിധത്തുള്ള വിജയങ്ങൾ ഉണ്ടാവാൻ, പ്രത്യേകിച്ച് ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ എല്ലാവിധത്തുള്ള കരുണയും കിട്ടാൻ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത് തൗബയുടെ വചനങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്ന ഇസ്തിഗ്ഫാർ ഉണ്ടല്ലോ, ഒരുപാട് ഇസ്തിഗ്ഫാർ പറയും. ആ ഇസ്തിഗ്ഫാറിൽ അതിപ്രധാനപ്പെട്ട ഒരു ഇസ്തിഗ്ഫാറാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു പറയുക. നമ്മുടെ എല്ലാ തെറ്റുകളും അല്ലാഹു തആല പുറത്തു തരാനും എല്ലാവിധ ഖൈറും സലാമത്തും ഉണ്ടാവാനും ഇൻഷാ അല്ലാഹ് ഇത് കാരണമാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക്. 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 ഇനി നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ ചില ഇസ്മുകളാണ്. നമുക്കറിയാവുന്ന ഒരുപാട് ഇസ്മുകളുണ്ട്, നമ്മൾ പറയാറുണ്ട് സ്ഥിരമായി ഒരുപാട് അള്ളാഹിൻ്റെ ഇസ്മുകൾ. അസ്മാഉൽ ഹുസ്ന മുഴുവനും ഓതുന്നവരാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു ഇസ്മിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് നിലനിന്ന് കിട്ടണം. അല്ലേ, നമുക്ക് ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു തന്നിട്ടുണ്ട്, അത് നിലനിർത്തി കിട്ടണം. അതിന് പറ്റിയ ഒരു ഇസ്മാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറയാം. യാ ശകൂറു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ ശകൂറു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ ശകൂറു യാ അല്ലാഹ് لا إله إلا الله. يا شكور يا الله 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 لا إله إلا الله.
യാ ശകൂറു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 യാ ശകൂറു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് നിഅമത്തുകൾ തന്നിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ വളർമ്മയുണ്ടാവണം, ഉയർച്ചയുണ്ടാവണം. നമ്മുടെ കച്ചവടത്തിൽ ഉയർച്ച, നമ്മുടെ മക്കളിൽ ഉയർച്ച ഉണ്ടാവണം, നമ്മുടെ ആരോഗ്യം ഓരോ ദിവസം ക്ഷയിച്ചു പോകുകയല്ല, നന്നാവണം. അങ്ങനെ എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ വലിയ സഹായവും ഉയർച്ചയും ഉന്നതിയും ഉണ്ടാവണം. അതിന് പറ്റിയ ഒരു ഇസ്മാണ് ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത്. യാ മജീദു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 യാ മജീദു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുപോലെ തന്നെ നമ്മുടെ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു തരാനും സ്വർഗത്തിൽ ഉന്നതമായ പദവി കിട്ടാനും നരകത്തിൽ നിന്നുള്ള മോചനം കിട്ടാനും എല്ലാവിധ സമാധാനം ഉണ്ടാവാനും മഹാന്മാരായ പ്രവാചകന്മാർ പ്രത്യേകിച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും കുടുംബവും പറഞ്ഞ അതിപ്രധാനപ്പെട്ട ഒരു ദുആയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി പറയുക.
ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين നമ്മൾ ചെയ്യുന്ന ഒരുപാട് നന്മ, ഇപ്പം നമ്മൾ ദിക്റിൻ്റെ മജ്‌ലിസിൽ പങ്കെടുക്കുകയാണ്, അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും, നമ്മുടെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, നമ്മുടെ ഖുർആൻ, നമ്മുടെ ഹജ്ജ്, എല്ലാം എന്ത് നല്ല കാര്യം ചെയ്താലും നമ്മൾ അള്ളാഹിനോട് ദുആ രക്കണം, പടച്ചോനെ ഞാൻ ഈ ചെയ്ത അമൽ നീ സ്വീകരിക്കണേ എന്ന്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു തആല സ്വീകരിക്കാൻ നമ്മളെപ്പോഴും ദുആ രക്കണം. അങ്ങനെയുള്ള ഒരു ദുആയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. എല്ലാവരും ഒന്നിച്ച് പറയുക. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഇനി നമ്മൾ പറയുന്നത് ഒരു മനുഷ്യൻ ഈ ഒരു ദിക്ർ, ഇത് ദിക്റാണ്, തസ്ബീഹാണ്, ഇതൊരു തൗബയുടെ വചനമാണ്, ഇതൊരു ബൈത്താണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു 4 വരി ബൈത്ത് അത് നമ്മൾ നല്ല ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഒരുപാട് നേട്ടങ്ങളാണ്. നരകമോചനം കിട്ടും, സ്വർഗ്ഗപ്രവേശനം കിട്ടും, അള്ളാഹു താല ഈ ദുന്യാവിലെ പ്രതിസന്ധികൾ മാറ്റിത്തരും, എല്ലാവിധ ഖൈറും സലാമത്തും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ദിക്ർ, ഈ ഒരു ബൈത്ത് പറഞ്ഞാൽ കിട്ടുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ചു പറയും. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. കഠിനമായ ചൂടിൻ്റെ കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത് അല്ലേ? ഇപ്പോൾ ഈ ദുന്യാവിൽ നമ്മൾ അനുഭവിക്കുന്ന ചൂട് നരകത്തിൻ്റെ ചൂടിൻ്റെ കോടാനുകോടി വരുന്നതിൽ ചെറിയൊരു അംശമാണ്. ഇപ്പോൾ തന്നെ നമുക്ക് AC ഇല്ലാതെ അല്ലെങ്കിൽ ഫാൻ ഇല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നരകത്തിലെ ചൂട് എത്രമാത്രം ചൂടാണ്. അള്ളാഹു താല കാത്ത് സംരക്ഷിക്കട്ടെ. കണ്ണുകൊണ്ട് പോലും നരകം കാണുന്ന ഒരു അവസ്ഥ വരുത്താതിരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നരകത്തിൽ നിന്നുള്ള മോചനം നമുക്ക് അള്ളാഹിനോട് ചോദിക്കാം. എല്ലാവരും ഒന്നിച്ചു പറയാം. اللهم أجرني من النار يا ذا الجلال والإكرام. 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 اللهم أجرني من النار يا ذا الجلال والإكرام.
اللهم أجرني من النار يا ذا الجلال والإكرام 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 നമുക്ക് മഴയെ തേടി ഒരുപാട് ദിക്റുകൾ ഒരുപാട് ദുആകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് പറയാൻ എളുപ്പമുള്ള ഒരു 2 ദുആ ഇൻഷാ അല്ലാഹ് നമ്മൾ മഴയ്ക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പറയുകയാണ്. അള്ളാഹു തആല നമുക്ക് നല്ല ഖൈറായ മഴയെ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ഒന്നിച്ചു പറയാം. اللهم اسقنا غيثا مغيثا يا رب العالمين 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 മഴയെ തേടിയുള്ള ദുആയും അതുപോലെ തന്നെ അതികഠിനമായ ചൂടിനെ പ്രതിരോധിക്കാനുള്ള ദുആയും
മഴയെ തേടിയുള്ള നിസ്കാരമൊക്കെ കാലാകാലങ്ങളായിട്ട് നടക്കുന്നതാണ്. മുൻകാല പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലൊക്കെ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ ഖുർആനിൽ അത്തരത്തിൽ പല ദുആകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മഴയെ തേടിയുള്ള നമുക്കൊരു ദുആയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അല്ലാഹു തആല നമുക്ക് ഖൈറായ, സന്തോഷപരമായ, ഉപകാരപ്പെടുന്ന നല്ല മഴ അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കട്ടെ. ഈ കഠിനമായ ചൂടിൽ നിന്നും നല്ല ഒരു സംരക്ഷണം അല്ലാഹു തരട്ടെ. ആമീൻ. എല്ലാവരും നല്ല ആത്മാർത്ഥതയോടുകൂടി പറയുക. اللهم أرسل السماء علينا مدرارا 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 അൽഹംദുലില്ലാ. നമ്മുടെ സ്വലാത്തിൻ്റെ ദിക്റിൻ്റെ മജ്ലിസ് അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. അള്ളാഹു താല എല്ലാവർക്കും ഖൈറും ബറക്കത്തും എല്ലാവിധ സമാധാനവും കൊടുക്കട്ടെ. പ്രത്യേകം ഇന്നത്തെ മജ്ലിസിൽ ദുആ രക്കാൻ നിരവധി പേരാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന് അള്ളാഹ്ക്കറിയാം അല്ലേ. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അള്ളാഹു എല്ലാ കാര്യവും ഓർക്കുന്നവനാണ്. അള്ളാഹു താല ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞോ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കട്ടെ, സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ, ഹലാലായ മുറാദുകൾ ഹാസിലാക്കട്ടെ, രോഗങ്ങൾ ശിഫയാക്കട്ടെ. ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞോ കമൻറ്റിലൂടെ പറഞ്ഞവരുണ്ട്, നേരിട്ട് പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദുആ രക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا
عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما അർഹമുർ റഹീമീനായ അല്ലാഹ്, രാജാതിരാജനായ റഹ്മാനെ, പടച്ചവനെ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ മനുഷ്യരാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി നിരവധി അബദ്ധങ്ങളാണ് റബ്ബേ പറ്റിപ്പോയത്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയി ഞങ്ങളുടെ പൊന്നു മാതാപിതാക്കളുണ്ട്, ഭാര്യ സന്താനങ്ങളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, സഹോദരി സഹോദരന്മാര്, കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര്, അള്ളാഹുവെ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള, സന്തോഷത്തോടുകൂടി ഒരുമിക്കാനുള്ള തൗഫീക്ക് തരണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളോട് ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ദുആ രക്കണേ ഉസ്താദെ എന്ന് പറഞ്ഞ് നിരവധി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ അള്ളാഹുവെ, ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണോ പറഞ്ഞിട്ടുള്ളതെന്ന് നിനക്കറിയാം. എല്ലാവരുടെയും വിഷമങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, സങ്കടങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ, പ്രതിസന്ധികളെ നീ മാറ്റി റാഹത്തും സന്തോഷവും കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കി തരണേ അല്ലാഹ്. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളുടെ ഈമാനിനെ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ മക്കളുടെ രോഗം ശിഫയാക്കണേ അല്ലാഹ്. ഭാര്യമാരുടെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ, കൂട്ടുകാര്, നാട്ടുകാരുടെ എല്ലാവരുടെയും എല്ലാവിധത്തുള്ള രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ക്യാൻസർ തരല്ലേ അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാഹ്, കിഡ്നിക്ക് പ്രോബ്ലം തരല്ലേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിക്കുകയാണ്, അറ്റാക്ക് അധികരിക്കുകയാണ്, കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ് റബ്ബേ. അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇന്നത്തെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആരെല്ലാം ഉണ്ട് എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്, സംരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ, നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാഹ്, നിന്റെ ബറക്കത്ത് തരണേ അല്ലാഹ്. പരിപാവനമായ പവിത്രമായ മാസങ്ങളിലൂടെ, ദിവസങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഈ ദിവസങ്ങളുടെ, മാസങ്ങളുടെ എല്ലാവിധ ബറക്കത്തും ഞങ്ങളുടെ ജീവിതത്തിൽ തരണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ എല്ലാവിധത്തുള്ള ഖൈറിലും നീ ആക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ പലതും കഴിഞ്ഞു, ഇനിയും വരാനിരിപ്പുണ്ട്. പല പരീക്ഷകളുടെയും റിസൾട്ട് വന്നിരിക്കുന്നു, വരാനുണ്ട്. എല്ലാവർക്കും നീ ഉന്നതമായ ഭാവി കൊടുക്കണേ അല്ലാഹ്, സന്തോഷം കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, എല്ലാ പരീക്ഷകളിലും ഉന്നതമായ മാർക്ക് ഞങ്ങളുടെ മക്കൾക്ക് നീ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളുടെ ഉയർച്ചയും വളർച്ചയും കണ്ട് സന്തോഷിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാഹ്. വയസ്സാകുന്ന സമയത്ത് ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ സന്താനങ്ങളെ കൊടുക്ക റഹ്മാനെ. വീടില്ലാത്തവരുണ്ട്, വീട് പണി നടക്കുന്നവരുണ്ട്, എല്ലാം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മാസങ്ങളായി ശമ്പളം കിട്ടാതെ പെൻഡിങ്ങിലാണ് എന്ന് പറഞ്ഞ ഒരുപാട് പ്രവാസികളായ സഹോദരന്മാരുണ്ട്. എല്ലാവരുടെയും ജോലിയിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. പ്രവാസികളെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹു അവരുടെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, നിരവധി ആളുകളാണ് ഞങ്ങളുടെ പരിസരത്തുള്ള ഹോസ്പിറ്റലിൽ കഴിയുന്നവർ, അതുപോലെ വീടുകളിൽ സുഖമില്ലാതെ കഴിയുന്നു. ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. കഠിനമായ ചൂടാണ് റബ്ബേ, ഞങ്ങളെ നീ ചൂടിൽ നിന്നും സംരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഖൈറായ മഴ തരണേ അല്ലാഹ്, ഖൈറായ മഴ നീ നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ അർസിലിസ് സമാ അലൈനാ മിദ്റാറാ, അല്ലാഹുമ്മ اسقنا غيثا مغيثا يا رب العالمين. اللهم ارسل السماء علينا مدرارا. ഖൈറായ മഴ തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ചൂട് സംബന്ധമായ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളുണ്ടോ എല്ലാം നീ മാറ്റിത്തരണേ റഹ്മാനെ. ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാഹ്, അഭിമാനം കൊടുക്കണേ അല്ലാഹ്. ഗസയിൽ അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് മുസ്ലിമീങ്ങൾ പ്രതിസന്ധിയിലാണ്. എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ തിരഞ്ഞെടുപ്പിന്റെ വോട്ടിന്റെ റിസൾട്ട് വരാനിരിക്കുകയാണ്. ഞങ്ങൾക്ക് നല്ല ഖൈറായ ഭരണാധികാരികളെ തരണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ നാടിനും പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾക്കും ഇവിടുത്തെ ദളിതന്മാർക്കും പാവപ്പെട്ടവർക്കും ഇസ്സത്താകുന്ന നല്ല ഭരണാധികാരികളെ തരണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങളുടെ സ്വഭാവങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ സ്വഭാവം നന്നാക്കണേ അല്ലാഹ്. കഞ്ചാവിനും കള്ളിനും പെണ്ണിനും അടിമപ്പെട്ടു പോകുന്ന അവസ്ഥ നീ ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ വരുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് ഈമാൻ തരണേ അല്ലാഹ്.
ഹിദായത്ത് തരണേ അല്ലാ, തഖ്വ തരണേ അല്ലാ, ഇഖ്ലാസ് തരണേ റഹ്മാനെ. ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. മഹ്ശറിൽ അല്ലാഹുവേ നിന്റെ അർശിന്റെ തണൽ തരണേ അല്ലാ. ശുഹദാഇന്റെ പ്രതിഫലം കിട്ടുന്ന നല്ല മരണം ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. അല്ലാഹു ഈ മജ്ലിസിൽ ആരെല്ലാം ദുആ ചെയ്യാൻ പറഞ്ഞു എല്ലാ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും പ്രതിസന്ധികൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു ഈ പ്രാവശ്യം ഞങ്ങളിൽ നിന്നും ഹജ്ജിന് പോകുന്ന ഹാജിമാരുണ്ട്. അല്ലാഹു അവരുടെ ഹജ്ജിന് നീ മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാം ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, സിയാറത്ത് ചെയ്യാനുള്ള തൗഫീക്ക് തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുള്ളവർ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അല്ലാഹുവേ ഒരുപാട് ദുഃഖത്തിലായവർ, എല്ലാവരുടെയും പ്രതിസന്ധികളെ നീ മാറ്റി കൊടുക്ക റഹ്മാനെ. എല്ലാവിധ ഖൈറും ഞങ്ങൾക്ക് നസീബാക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. അൽഹംദുലില്ലാ. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. നമ്മുടെ മജ്ലിസിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ മുറാദുകളുണ്ടോ അത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ഈ ചെല്ലുന്ന ദിക്റൊക്കെ ചൊല്ലിയാൽ നമുക്കതിൻ്റെ വലിയ നേട്ടമുണ്ടാകും. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ രക്കുക. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.